ദാനിയേൽ 2:46. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവൻ ഒരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാതി രാജാവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു. സത്യം എന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവന് അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനുമാക്കി വെച്ചു. ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽ വിചാരകരാക്കി. ദാനിയേലോ രാജാവിന്റെ കോവിലകത്തെ പാർത്തു. ആമേൻ, സ്തോത്രം. ഞാൻ കണ്ടിരിക്കുന്ന ഈ ഭാഗം നമ്മളൊന്ന് ചിന്തിച്ചു പോയ ഭാഗമാണ്. അപ്പൊ ഞാൻ ഞാൻ ഈ വചനഭാഗം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വായിച്ചപ്പോൾ ഞാൻ വായിച്ചത് തെറ്റാന്ന് വിചാരിച്ചു. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തെറ്റിപ്പോയതെന്ന് വെച്ചാൽ വീണ്ടും വായിച്ചു നോക്കി ഭാഗം. കാരണം എഴുതിയേക്കുന്നത്, അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. എന്നിട്ട് പറയുന്നത്, അവന് ഒരു വഴിപാടും സൗരഭ്യവാസന അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അപ്പം ദാനിയേൽ ആരാണെന്നും നെബൂഖദ്നേസർ ആരാണെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. നെബൂഖദ്നേസർ രാജ്യം ഭരിക്കുന്ന രാജാവ്. ദാനിയേൽ അവിടെ അടിമയായി വന്നൊരു അടിമച്ചെറുക്കനായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ ചില കാര്യങ്ങൾക്കാക്കി ആക്കി വെക്കുന്ന അതാ. പക്ഷെ ഒരു അടിമച്ചെക്കൻ അല്ലെങ്കിൽ ആ പിടിച്ചുകൊണ്ട് ഒരു അടിമയായിരിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് രാജാവ് സാഷ്ടാംഗം വീണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ദാനിയേലിനെ വർഷിപ്പ് ചെയ്തു എഴുതിയേക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടെ രാജാവ് ദാനിയേലിനെ വർഷിപ്പ് ചെയ്യാനുള്ള കാരണം എന്താ താഴേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറഞ്ഞ വർഷിപ്പ് ചെയ്ത ദാനിയേലിനെ വീണ്ടും നമസ്കരിച്ച അവനൊരു വഴിപാടും സൗരഭ്യവാസന അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. അപ്പൊ എന്നിട്ട് രാജാവ് സാധാരണ ഈ അമ്പലങ്ങളിൽ പോയിട്ടും ദൈവങ്ങൾക്കും ഒക്കെ വഴിപാട് അർപ്പിക്കാതുണ്ട് അല്ലേ? അപ്പൊ ധൂപമൊക്കെ കാണിക്കാൻ. അതുപോലെ ദാനിയേലിന് മുമ്പിൽ വഴിപാട് അർപ്പിച്ച് സൗരഭ്യവാസനയൊക്കെ അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിക്കുക. അപ്പൊ രാജാവ് ഇതിനെന്താ കാരണമെന്ന് ചോദിച്ചാ താഴേക്ക് രാജാവ് തന്നെ പറയുന്നു. എന്താ പറയാ അവിടെ ദാനിയേലിൽ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യനാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യനെ ഹല്ലേലൂയ എത്രത്തോളം ആണ് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം വില കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിലൊക്കെ ദാനിയേലിനുണ്ടാകുന്ന ആത്മാവ് നമ്മളും ഇല്ലേ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലും ഇല്ലേ? അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ജാതികൾ ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം വീഴണ്ടേ? പക്ഷെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തി എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പോസ്തല 10-ാം അധ്യായത്തിലേക്ക് കൊർന്നേലിയസിന്റെ വീട്ടിലേക്ക് ഹല്ലേലൂയ പത്രോസ് കടന്നൊരു ഭാഗമുണ്ട്. പത്രോസ് കടന്നു കാണുമ്പോൾ കൊർന്നേലിയസ് ഓടിപ്പോയി പത്രോസിന്റെ കാൽക്കൽ വീഴുന്നു. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ 14-ാം അധ്യായം ഒന്നെടുക്കുക. അപ്പോസ്തല പ്രവൃത്തി അവിടെ 14-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പം പട്ടണത്തിൽ 13-ാം വാക്യം, പട്ടണത്തിന് മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിൽ പുരോഹിതൻ കാളകളെയും ഭൂമാലകളെയും ഗോപുരത്തിങ്കിൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ആരുടെ മുമ്പിലാണെന്നറിയാവോ? ഇവിടെ പൗലോസിനെയും കണ്ടു പറയുന്ന കാര്യം എന്താ? ഈ ദേവന്മാർ മനുഷ്യരുടെ രൂപത്തിൽ നമ്മുടെ ഇടയ്ക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോനിയ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസിന് മുസ്ലിം പ്രസംഗികൾ അവന് ബുധൻ എന്നും പേര് വിളിച്ചു. ഹാലേലിയ. അപ്പൊ അവിടെ ഒരത്ഭുതം നടന്നു. ഹാലേലിയ. അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ ഇവർ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവിടെയുള്ള ജനം പറയുക ഇവര് ദേവന്മാരാണ് എന്നും പറഞ്ഞിട്ട് കാളയൊക്കെ കൊണ്ട് യാഗം കഴിക്കാൻ വരികയും ഉമാലയൊക്കെ കൊണ്ടുവരാം. അപ്പൊ ഇത് കണ്ടപ്പോ പൗലോസ് എന്താ വെച്ചാൽ വസ്ത്രം വലിച്ചു കീറി അവരുടെ മുമ്പിലെ ഞങ്ങള് സാധാരണ മനുഷ്യരാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുക? ജാതികളുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യരിലൂടെ വരുന്ന പ്രവൃത്തി കണ്ടിട്ട് അവിടെ രാജാവിന്റെ ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്താണ് ദാനിയേൽ ചെയ്തത്. അപ്പൊ രാജാവിന് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ദൈവത്തിന്റെ ആത്മാവുള്ളവന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ് ഇവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെയാണ് ഹല്ലേലൂയ പൗലോസ് വിശ്വാസത്താൽ അവനെ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോഴും ഇവര് മനുഷ്യന്മാരെന്നുള്ള ദേവന്മാർ. ഹല്ലേലൂയ. പത്രോസിന് മുമ്പിലേക്ക് കൊർന്നേലിയോസ് വീഴാൻ കാരണം ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞ എന്താ, അവിടെ ഇരിപ്പുണ്ട് ഒരാൾ, പോയി വിളിച്ചോണ്ട് വാ, എന്ത് ചെയ്യണം പറഞ്ഞു തരുമെന്ന് പറയാം. അപ്പൊ എവിടെയൊക്കെ നമ്മൾ ഇന്നും കാണാറുണ്ട് അഭിഷിക്തരെ കാണുമ്പോൾ തമിഴ്നാട്ടിലും പല നോർത്ത് ഇന്ത്യൻ ഭാഗത്തെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓടി വന്ന് കാൽക്കൽ കയറി വീഴും. കാരണം വെച്ച് കഴിഞ്ഞാല് അവര് അത് അവരുടെ ഒരു എന്താ പറയാ റെസ്പെക്ട് കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ പറയാം, ദൈവത്തിന് ആത്മാവുള്ളവൻ ഈ ലോകത്ത് നിൽക്കുന്ന എല്ലാവരെക്കാട്ടി വലിയവൻ തന്നെയാണ്. അത് ഇന്ന് പലർക്കും നമ്മൾ പറയത്തില്ല, നമുക്ക് ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആരാണെന്ന് അറിയില്ല. ദൈവം എത്രത്തോളം ഒരു പ്രിവിലേജ് നമുക്ക് തന്നേക്കും നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു വിലയില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു ഇതിന്റെ പവർ എന്താ തിരിച്ചറിയാൻ നമ്മൾ ഇന്ന് പലപ്പോഴും നടക്കുന്നത്. നമ്മൾ പലപ്പോഴും പലരുടെയും മുമ്പിൽ പോയിട്ട് വീണോണ്ടിരിക്കുക. ഹാലലിയ. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ ഇവിടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങോട്ട് വായിക്കും, ഓരോ ഭാഗം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും രാജാക്കന്മാർ ഹാലലിയ ആജ്ഞ പുറപ്പെടുവിച്ച രാജാക്കന്മാരെ കൊണ്ട് തന്നെ അത് തിരുത്തി പറയിക്കുന്ന ദൈവം. തീച്ചുളയിലേക്ക് ഇടാൻ കൽപ്പിച്ചവനെ കൊണ്ട് തന്നെ തീച്ചുളന്ന് പുറത്തു വരാൻ പറയുന്ന ദൈവം. ഹാലലിയ. അവിടെ ഇവരുടെ ദൈവത്തെ പരിവസിച്ച് അല്ലെങ്കിൽ ബിംബത്തെ നമസ്കരിക്കാത്തവരെ എല്ലാം തീച്ചുള എന്ന് പറഞ്ഞ രാജാവ് തന്നെ പറഞ്ഞ് ഇവരുടെ ദൈവത്തെ കുറിച്ച് ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അവരെ വീട് കുപ്പക്കുന്നാക്കും, അവനെ വെട്ടിക്കണ്ടിച്ച് ഇതാക്കും എന്ന് പറയാം. അവരുടെ ദൈവത്തെ, കാരണം ആ ദൈവത്തിന്റെ മഹത്വത്തെ ആ ജാതിയെ രാജാവ് തിരിച്ചറിയാനായിട്ട് ഇടയാകുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ വലിയ പണ്ഡിതന്മാര് പുരോഹിതൻ എന്നുള്ളതല്ല. വെറും അടിമച്ചക്കരായി പിടിച്ചുകൊണ്ടുവന്ന 3-4 ബാലന്മാര് അവരൊരു തീരുമാനം എടുത്തപ്പോഴാണ് അവിടെ കാണാൻ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുന്നതായിട്ട് ഒരു പുസ്തകം തന്നെ എഴുതപ്പെടുന്നു. നമുക്കിന്ന് വായിക്കാനും പഠിക്കാനും ബുദ്ധി ഉപദേശിക്കാനും ഒക്കെ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാരണം എന്താ, അവരൊരു തീരുമാനം വരും. ഞങ്ങളുടെ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ വിട്ട് ഞങ്ങൾ ജീവിക്കത്തില്ല. രാജാവിന്റെ ഭക്ഷണത്താലോ ഇതൊന്നും കൊണ്ടും ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ അശുദ്ധമാക്കത്തില്ല എന്ന് അവരെ ആരും കാണാതിരിക്കുമ്പോഴും അവരവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും എടുക്കുന്ന മാറി നിൽക്കുമ്പോഴും അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും അവരവരുടെ ദൈവത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അവരുടെ അവിടെ പറഞ്ഞത് ദാനിയേലിനെ കുറിച്ചുള്ള പറയുന്ന അവിടെ നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ വായിക്കുന്നത് എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ട് അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചിട്ട് ഹല്ലേലൂയ തനിക്ക് അശുദ്ധി പോയപ്പോൾ ഇടവരുത്തരുത് ശതാധിപനോട് അപേക്ഷിച്ചു. ഇവിടെ കാണുന്നത് അവിടെ അവർക്ക് തന്നെത്താൻ അശുദ്ധരാക്കാൻ വേണ്ടി അവർ തയ്യാറല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മുടെ വീട്ടുകാരെ, സ്വന്തക്കാരെ, ബന്ധുക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, മക്കളെ ഒക്കെ വീട്ട് മറ്റൊരിടത്തായിരിക്കുമ്പോഴും എന്താ പറയുന്ന നമ്മൾ എന്തൊരു തീരുമാനം ഉണ്ടാകണം, നമ്മൾ തന്നെത്താൻ അശുദ്ധരാക്കത്തില്ല എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ മതി. ആരുടെങ്കിലും ക്യാമറ ഓണാക്കുവോ? കൊച്ചിനെ കൊണ്ട് പോയിരുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം മതി. എന്താ? നമ്മൾ തന്നെത്താൻ അശുദ്ധരാക്കുക. ഇവരുടെ തീരുമാനം അതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അതനുസരിച്ച് പറയും. ഹല്ലേലൂയ. അപ്പൊ ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ പരസ്യത്തിൽ നിൽക്കുന്ന നമ്മളെയും രഹസ്യത്തിൽ നിൽക്കുന്ന നമ്മളെയും കാണുന്ന ദൈവം നമ്മൾ. ഹല്ലേലൂയ. അപ്പൊ പരസ്യത്തിന് പുറമെ നിൽക്കുമ്പം പലപ്പോഴും ഞാൻ പറയാം, നമ്മള് പല ആൾക്കാരും സ്റ്റേജിൽ നിൽക്കുമ്പം, പുൽസ്പെറ്റിൽ നിൽക്കുമ്പം വളരെ നല്ല ആൾക്കാരാണ്. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴും അവർ അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആരോടും ഇങ്ങനെ സംസാരിച്ചു. ഞാൻ എന്നോട് പറഞ്ഞിട്ടായാല് ചന്ദ്രനെ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മൾ ചന്ദ്രനിലേക്ക് ചെന്ന് കയറിയല്ലോ പാറക്കെട്ടും പാറകഷ്ണങ്ങളും മറ്റും മറിച്ച് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്ന ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇതാണ്. കാരണം ഇതുപോലെ ഇന്ന് പലരുടെയും ജീവിതം നമ്മൾ കാണുന്നത്.
അല്ലെ, പക്ഷേല് യേശു കർത്താവ് അങ്ങനെ ആയിരുന്നില്ല. യേശു കർത്താവിന്റെ ഹാലലിയ ശിഷ്യന്മാരും അങ്ങനെ ആയിരുന്നു. പലരും നമുക്ക് കാണുന്ന അപ്പോസ്തലന്മാർ അങ്ങനെ ഓരോ ആൾക്കാരും ദൈവാത്മാവുള്ള പല ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരാരും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പലരും ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നോക്കുന്നത് പോലെയാണ്. കൂടുതലായിട്ട് ഞാൻ നേരത്തെ എങ്ങനെ പറയുന്നത്, നമ്മൾ ചിലരുടെയൊക്കെ ഒത്തിരി അടുക്കാതിരിക്കാൻ നല്ല ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വിഗ്രഹം അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ്, കൂടുതൽ അടുക്കുമ്പോഴാണ് അതിൽ പലരെയും തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് തോന്നും, അയ്യോ വേണ്ട, അടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ അറിയണ്ടായിരുന്നു എന്നൊരു തോന്നൽ വരും. അങ്ങനെ ആകരുത് ഒരിക്കലും. അല്ല, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവരെ പിടിച്ചോണ്ട് പോയി മാതാപിതാക്കന്മാരുടെ കൂടെ ഒന്നും അല്ല, ഇവരെ സെപ്പറേറ്റ് കൊണ്ട് ഇവരെ പിടിച്ചു രാജാ കൊട്ടാരത്തിലേക്ക് നല്ല പിള്ളേരെ നോക്കിയൊക്കെ തിരഞ്ഞെടുത്തോണ്ട് പോകുന്ന. അവിടെ ചെന്നപ്പം അവർക്ക് അന്നത്തെ രാജാവ് കൊടുക്കുന്ന ഭോജനമാണ്, അതെല്ലാം കഴിക്കാൻ പാടില്ലേ, കഴിച്ചാൽ ദൈവം കുറ്റം പറഞ്ഞു ഇല്ല. കാരണം വെച്ചാൽ അവർ ചെന്ന് പെട്ട സാഹചര്യത്തിൽ അല്ലെ അവർക്ക് അത് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരവിടെ ജീവിക്കേണ്ടി വന്നപ്പം അവിടുത്തെ അതനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് ഹാലലിയ അന്നത്തെ അവരുടെ നിയമമായതുകൊണ്ട് അവർക്ക് അത് പാലിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. എന്നിട്ട് പോലും അവർ ഹൃദയത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു. ഇപ്പൊ അവരവിടുന്ന് കൊടുത്ത ഫുഡ് കഴിച്ച ദൈവം കുറ്റം പറയുകയെന്ന് വെച്ചാൽ കുറ്റം പറയത്തില്ല. കാരണം അവരെ അവിടേക്ക് വിട്ട ദൈവമാണെങ്കിൽ, അവിടെ ആക്കിയ ദൈവമാണെങ്കിൽ ഹാലലിയ ഒരു രാജ്യത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ ആ രാജ്യത്ത് നിയമങ്ങൾ പാലിക്കപ്പെടുവാനായിട്ട് നമ്മളും ബാധ്യസ്ഥരും. നമ്മൾ നിയമത്തിന് മുകളിലുള്ളവരല്ല, നിയമത്തിന് അണ്ടറിലുള്ളവർ തന്നെയാണ് ഹാലലിയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറ്റമാണോ വെച്ചാൽ കുറ്റം പറയത്ത് പോലുമല്ല. എന്നാൽ പോലും അവർക്ക് അവിടെ ന്യായീകരിക്കാൻ വകുപ്പ് ഉണ്ടായിട്ട് പോലും അവരെന്ന് തയ്യാറായില്ല. നമ്മളാണ് എന്ത് പറയും, നമ്മൾ യു എയിലൊക്കെ വിജി സിസ്റ്ററെ അവിടുത്തെ റൂള് നമ്മൾ എന്താ പറയാ അണ്ടറിലായതുകൊണ്ട് നമ്മളിത് പാലിക്കപ്പെടാൻ ബാധ്യസ്ഥരായതുകൊണ്ട് നമ്മളൊരു ദൈവത്തിന് മക്കളെല്ലാവരും നിയമം പാലിക്കണമല്ലേ, എന്നൊന്നല്ല ദൈവം പറഞ്ഞത്. അതിന് അണ്ടറിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് ബാധ്യസ്ഥരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് തെറ്റാണോ വെച്ചാൽ അല്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തെ ആയിട്ട് പോലും അവർ ഹൃദയം കൊണ്ടൊരു തീരുമാനം എടുക്കും. ഹല്ലേലൂയ. അപ്പൊ അവരുടെയൊക്കെ ആ ഹൃദയ തീരുമാനത്തിൽ അവരെടുത്ത തീരുമാനങ്ങൾ ദൈവം എത്ര വലിയ വില കൽപ്പിച്ചു. നമ്മൾ എവിടെ ഏത് രാജ്യത്ത് പോകുമ്പോഴും ഹാലയില, ഏത് സാഹചര്യത്തിൽ നമ്മൾ വളരുമ്പോഴും അല്ല, ആരോടെ കൂടെ നമ്മൾ ഇടപെടുമ്പോഴും ഹാലേ, നമുക്കെല്ലാം ഫ്രണ്ട്സ് ചിലപ്പോൾ അവിടുത്തെ രാജ്യക്കാർ അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോഴും നമ്മൾ ആരാണെന്ന തിരിച്ചറിവിൽ, നമ്മൾ ആരാണെന്ന ബോധ്യത്തിൽ തന്നെയായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. അത് എവിടെയെങ്കിലും ചെന്ന് അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറുവാനല്ല നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഹാലിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ താമസിച്ച ജീവിത സാഹചര്യം അല്ലെങ്കിൽ ഇവിടുത്തെ കസ്റ്റം എങ്ങനെയാ, ഇവിടുത്തെ രീതി എങ്ങനെയാ എന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ ആ ഒഴുക്കിനനുസരിച്ച് അവരുടെ കൂടെ ഒഴുകിപ്പോകാം, അല്ലേ? നമ്മളിപ്പോ ഡ്രസ് കോഡ് ഇങ്ങനെ ആയ എന്താ കുഴപ്പം? നമ്മുടെ നമ്മളിവരുടെ കൂടെ പോയിട്ട് ഇന്ന ഒരു സ്ഥലത്ത് ഇരുന്നാൽ എന്താ കുഴപ്പം? പണ്ട് ഇസ്രായേൽ ജനം ഹാലൂയ എങ്ങനെയാണ് തെറ്റിപ്പോ ദൈവത്തിന് കോപത്തിന് കാരണമായി മാറി എങ്ങനെയാന്ന് നമ്മൾ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും, ഇല്ലേ? അവർ ജാതികളോട് ഇടകലർന്നു. അവരുടെ ഹലല് ഇതിലേക്ക് ചെന്നിട്ട് ഹലല് പോയിട്ട് അവരുടെ പൂജകളിലും അതിലും ഉത്സവങ്ങളിലും ഒക്കെ ചെന്നിട്ട് അവര് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അവരുടെ ദൈവങ്ങളെ വണങ്ങാൻ തുടങ്ങി. അവർ വിഗ്രഹാർപ്പിതങ്ങൾ തിന്നാൻ തുടങ്ങി. പയ്യെ പയ്യെ സംഭവിക്കുന്നത്. എന്നിട്ട് അവരുടെ സ്ത്രീകളുമായി പരസംഗം ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ചെയ്തപ്പോഴാണ് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. അതുവരെ ദൈവത്തിന്റെ ജനത്തെ ശപിക്കാൻ കൊണ്ടുവന്നത്, ശപിക്കാനെങ്കിലും പറ്റുമോ? ഒരു വാക്ക് പറയാൻ പറ്റുമോ? കൂലിക്ക് ബിലയാമിനെ വിളിച്ചുകൊണ്ട് വന്നതാ ശപിക്കാനായിട്ട്. പക്ഷെ ബിലയാം ശപിക്കാൻ വായി തുറക്കുമ്പോഴൊക്കെ ദൈവമക്കളുടെ മേൽ അനുഗ്രഹം വന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ അനുഗ്രഹം വന്നുകൊണ്ടേ ഇരുന്ന് കാരണം വെച്ചാൽ അവർ ദൈവത്തിന്റെ ജനം, വേർപെട്ടൊരു ജനം. അവരെ ഒന്നും പറയാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവിടെ പോകും മുമ്പ് പുള്ളി ഒരു ഉപദേശിച്ചു കൊടുത്തു. ഇവരെ ശാപത്തിന് കീഴാക്കാൻ, ദൈവത്തിന്റെ കോപത്തിന് കീഴാക്കാൻ പറ്റും. എന്താ ചെയ്താൽ മതി? അവരെ തെറ്റിച്ച് കളഞ്ഞാൽ മതി. അവരെന്ത് വെച്ചാൽ അവരുടെ നല്ല സ്ത്രീകൾ അവരുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു. അവരെ വശീകരിപ്പിച്ചു. അവര് പരിസംഗം ചെയ്യാൻ തുടങ്ങിയപ്പോ ദൈവത്തിന്റെ ഒക്കെ അതുപോലെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറയും ഇതിവിടുത്തെ രീതിയാണ്. ഹാലേലുയ. ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളും അവരിൽ ഒരാളായി മാറിയത് കൊണ്ട്, അല്ലെ നമ്മൾ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആകണ്ടേ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയി പോയതാ എന്ന് പറയും. പക്ഷേ ദാനിയേലിന്റെ പുസ്തകം പഠിക്കുന്നവർക്ക് മനസ്സിലാകും ഹാലേലുയ, നമ്മൾ എവിടെ ചെന്നാലും ഏത് സാഹചര്യത്തിൽ ചെന്നാലും നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ നമ്മളുള്ള ദൈവത്തിന്റെ ആത്മാവ്, അല്ലെ നമ്മൾ ആരാണെന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തും. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും മറ്റൊരു രാജ്യത്ത് ചെന്നുപെട്ടു.
അവിടുത്തെ രീതികൾ ഉണ്ടാകും. അവിടുത്തെ ആൾക്കാർ ഹാലയില്ലേ പോകുന്ന പൂക്കളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ ചില രാജ്യങ്ങളിലുള്ള ഹാലയില്ലേ. അപ്പൊ ചില ആൾക്കാർ പറയുന്നത് ചില രാജ്യങ്ങൾക്ക് ഭയങ്കര തണുപ്പാ സിസ്റ്റർ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി മദ്യമൊക്കെ കഴിക്കാതെ അല്ലെങ്കിൽ ഒരു സിഗരറ്റൊക്കെ വലിക്കാതെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ തണുപ്പ് അങ്ങനെയാണ്. എന്താ കാര്യം പറയുന്ന കാര്യം എന്താ? അവിടുത്തെ ആ ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ. ഇപ്പൊ ദാനിയേലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദാനിയേലിനെ അവിടെ കൊണ്ട് നിർത്താമെങ്കിൽ ദാനിയേൽ എന്ത് പറയും? ദാനിയേൽ എന്ത് പറയും? ഹാലേലൂയ, ഞാൻ എന്റെ ശരീരത്തെ ഇതുകൊണ്ടൊന്നും അശുദ്ധമാക്കത്തില്ല. അപ്പൊ ദാനിയേൽ ഇവിടെ നമ്മൾ കാണുന്ന വെള്ളവും ശാഖഭോജനം അവർ കഴിച്ചത്, എന്നിട്ട് അവരുടെ ശരീരം 10 ദിവസം കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ആ ശരീരത്തെ കുറിച്ച് കാണുന്ന മറ്റുള്ള ഭക്ഷണം കഴിച്ച രാജകീയ ഭോജനം കഴിച്ച ശരീരത്തെക്കാളും ഇവരുടെ ശരീരം എന്താ പറയാ, പുഷ്ടിപ്പെട്ടിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിനെ ജയിക്കാനുള്ള പവർ ആര് തരും? ദൈവം തരും. നീ തണുപ്പത്താണ്, ഹാലേലൂയ, അമ്മ അവിടെ മദ്യമില്ലാതെ പറ്റില്ല എന്ന് പറയുന്നു. മറ്റുള്ളവർ പറയുമ്പോൾ നീ പറയാ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ മന്ദിരമാണ് ശരീരത്തെ ഞാൻ ഇതുകൊണ്ടൊന്നും അശുദ്ധമാക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ആ സാഹചര്യത്തിൽ ജയിക്കാൻ വേണ്ടുന്ന ശക്തി നിന്റെ ശരീരത്തിലേക്ക് ആര് തരും? ദൈവം തരും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടാണ്. ഞാൻ ഇതൊന്നും പറയാൻ വന്നിരിക്കും, പക്ഷെ അറിയാണ്ട് എന്റെ വായന്ന് എന്നെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്ന ഈ കേട്ടോണ്ടിരിക്കുന്ന ആരല്ലെങ്കിൽ ഇത് കേൾക്കാൻ പോകുന്ന ആർക്കോ വേണ്ടിയിട്ടുള്ള ദൂതായിരുന്നു ഞാൻ പറയുന്നത്. ഇനി മെസ്സേജ് യൂട്യൂബിലൊക്കെ. കാരണം ഇത് ഈ ഭാഗമൊന്നും ടച്ച് ചെയ്യാൻ വന്നില്ല. പക്ഷെ ഞാൻ അപ്പൊ ദാനിയേലിന്റെ ഒരു തീരുമാനമായിരുന്നത് നമ്മൾ എവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പണ്ടൊക്കെ ആൾക്കാർ പറയും, ഇത് ചേര തിന്നുന്ന നാട്ടിൽ ചെന്ന ചേരയുടെ നടുക്കഷ്ണം കഴിക്കണം എന്ന് പറയും, അല്ലേ? നമ്മുടെ നാട്ടിലുള്ള ചൊല്ലാണ്. അങ്ങനെയാണോ? ദൈവമക്കൾ അങ്ങനെയാണോ ആകേണ്ടേ? ആണോ? അല്ല. കാരണം എന്താ? ദൈവമക്കൾക്ക് എപ്പോഴും ഒരു ചിന്ത ഉള്ളിൽ വേണം, ഞാൻ വേർപെട്ട ജനമാണ്. അപ്പൊ നമ്മുടെ നാട്ടുകാർ നമ്മളെ കുറിച്ച് എന്ത് വേണം പറയട്ടെ, സ്വന്തക്കാരെന്ത് വേണം പറയും, ബന്ധുക്കൾ എന്ത് വേണം പറയട്ടെ, പക്ഷെ ഒരു കാര്യം അറിയണം, രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. നമ്മൾ ആയിരിക്കും ഇടങ്ങളിൽ നമ്മൾ അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ചിന്തകൾ പോലും വരുന്നതിനെ വിവേചിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് സകലവും തുറന്നും മലർന്നും ഇരിക്കുന്നു. ദാനിയേൽ ദാവീദ് പറഞ്ഞതുപോലെ ഹാലേലിയ, ആഴിനുള്ളിൽ പോയി ഒളിച്ചാൽ അവിടെയുണ്ട്. വെള്ളത്തിനടി എവിടെ പോയി ഒളിച്ചാലും അവിടെയെല്ലാം ദൈവത്തിന്റെ കണ്ണ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും കാണുന്നില്ല എന്ന് വെച്ച് മറയത്ത് പലതും ചെയ്യാം എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും കടന്നു വരരുത്. അങ്ങനെ കടന്നു വരാതെ തന്നെത്താൻ അശുദ്ധനാക്കാതെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരുവന്റെ മുമ്പിലേക്ക് രാജ്യം ഭരിക്കുന്ന രാജാവ് കാൽക്കൽ വീണ സംഭവം നമ്മൾ വായിച്ചത്. നമ്മൾ എവിടെ നിൽക്കുമ്പോഴും ഞാൻ പറയാം, ഏത് സാഹചര്യത്തിൽ പോയി നിന്നാലും ഞാൻ പറയാം, എത്ര വലിയ സുവിശേഷ വിരോധികളുടെ ഇടയ്ക്ക് പോയി നിന്നാലും ഞാൻ പറയാം, നീ നിൽക്കുന്നത് നിന്റെ ദൈവം ആരാണോ തിരിച്ചറിഞ്ഞ് നീ വിശുദ്ധിയോടെയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ നിന്റെ കാൽക്കൽ വീഴും അവർ. ഞാൻ പറഞ്ഞപ്പോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാറാമ്മ സിസ്റ്റർ പോയിട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു പ്രാർത്ഥിക്കാൻ വിളിച്ച് ഒരു ദൂത് പറഞ്ഞു. ഓക്കെ, അത്ര ആയിക്കട്ടെ. സാറാമ്മ സിസ്റ്റർ ദൈവത്തിന്റെ പ്രവാചകയാണെന്നാണ് നമുക്ക് കേട്ടത് വാർത്ത. അതുകൊണ്ട് പ്രവചിച്ചെന്ന് ഒരു പ്രവചനം പറഞ്ഞപ്പോഴത്തേക്ക് മാക്സിമം എന്താ ചെയ്യും പുള്ളി? സാറാമ്മ സിസ്റ്റർക്ക് ഒരു നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമായിരിക്കും, അല്ലേ? ആണോ? അതിന് പകരം പുള്ളി കാൽക്കലോട്ട് അങ്ങ് വീണ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുള്ളിയുടെ ആൾക്കാരെല്ലാം വിളിച്ചിട്ട്, ഇപ്പൊ ഉണ്ടല്ലോ കുറെ പേര് ഇങ്ങനെ കൂട്ടത്തിൽ മന്ത്രം അതൊക്കെ എന്തൊക്കെയോ ആണ്, അവർ വിളിച്ചിട്ട് ഇവിടെ ഒരു ഒരു വഴിപാട് അങ്ങോട്ട് കഴിക്കും പുള്ളിക്കാരത്തേക്ക് എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കുമായിരിക്കും? ആ സാഹചര്യം കണ്ടു നോക്കിയേ, എങ്ങനെ ഇരിക്കും? നമുക്ക് വിചാരിക്കും പുള്ളിയുടെ റിലേ പോയെന്ന് വിചാരിക്കല്ലേ? നമുക്ക് പെട്ടെന്ന് തോന്നുന്ന കാര്യം അതല്ലേ? കാരണം ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതിന് മറുപടി ദാനിയേൽ അല്ല, രാജാവ് തന്നെ പറയുകയാണ്. യോസഫിന്റെ കാര്യത്തിൽ എങ്ങനെ? യോസഫ് ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചപ്പം യോസഫിന് നമുക്ക് ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുമായിരിക്കും.
അല്ല ചിലപ്പോ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തെടുക്കുമായിരിക്കും. ഹാലല്ലേ, ആ നീ ഇത്രയും ചെയ്തല്ല, നീ ഇനി മുതൽ തടവറ കിടക്കുന്ന പൊക്കോ. പക്ഷേ അവിടെ ആ മാറി വരുന്ന സാഹചര്യം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അന്തരീക്ഷത്തെ ചേഞ്ച് ആക്കി നമ്മൾ കാണുന്നത്. അവിടെ ഹാലലി അവിടെ എന്താ പറയുന്നത്? ആമെ കൊണ്ടുപോവാ, ഹാലയിലെ സകലരും വാ, ആമെ വണങ്ങി വസ്ത്രമിടുക, ആമെ തരപ്പടി കൊണ്ടുവന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹാല ഇനി ഞാൻ സിംഹാസനം കൊണ്ട് മാത്രം നിന്റെ മുകളിലിരിക്കും, പക്ഷേ യഥാർത്ഥത്തെ നീയാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്. ഹാലേലിയ, ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ ഹാലേലിയ ദൈവം ഒന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മൾ കിടക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നും ഇതേ സാഹചര്യം തന്നെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഞാനൊരു സഹോദരനുമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണ്ടേ, ഇങ്ങനെ നമ്മുടെ ആമി ദൈവത്തെക്കുറിച്ചും കൊടുത്ത വെളിപ്പാടുകളെ കുറിച്ചും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. 4 വർഷമായിട്ട് ദൈവത്തെ അറിഞ്ഞതേ ഉള്ളൂ. 4 വർഷമായിട്ട് ദൈവം ഇരുത്തി ഹാലലിയ അമ്മ ജോലിക്ക് പോലും വിടാം, ദൈവം ഇരുത്തി സകലതും ദൈവം തന്നെ കൊടുത്ത് ഇരുത്തി അമ്മയെ ഒരുക്കിയെടുക്കുന്ന ഒരു സഹോദരൻ. ഞാൻ പറഞ്ഞു, ഞാൻ പണ്ടൊരിക്കൽ നമ്മുടെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് വെളിപ്പെടുത്തിയത് ഏലിയാവിന്റെ കാലത്ത് ഏലിയാവിനെ പെട്ടെന്നൊരു ദിവസം ദൈവം കൊണ്ട് ആഹാബിന്റെ മുമ്പ് നിർത്തിയതുപോലെ ആ ഏലിയാവിനെ പെട്ടെന്ന് കൊണ്ട് നിർത്തിയതായിരിക്കും ദൈവം ഒരുക്കി തന്നെ കൊണ്ടുവരും. അതുപോലെ ഇന്ന് അനേക ഏലിയാവും വരെ പല സ്ഥലങ്ങളിൽ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എവിടെയാ ഓരോരുത്തരത്തും നിർത്താൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ യാഗപീഠത്തെങ്കിൽ പ്രാർത്ഥിച്ച് തീയരക്കിയ ഏലിയാവിനെ പോലെ അതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തി ചെയ്യാൻ തക്കവണ്ണമുള്ള പലരെ രഹസ്യത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഹാലേലുയ. അങ്ങനെയുള്ളവരെ ദൈവം തന്നെ തെരഞ്ഞെടുത്ത് ദൈവം തന്നെ ആക്കി വെച്ച് ദൈവം തന്നെ അവരെ പഠിപ്പിച്ച് ഹാലേലുയ, മറ്റു മനുഷ്യരുടെ അല്ല, ദൈവം തന്നെ പഠിപ്പിച്ച് ദൈവം തന്നെ അവരെ എക്യുപ്പ് ചെയ്ത് പുറത്തെടുക്കും ഈ ദിവസങ്ങൾ. അന്ന് ഞാൻ നേരത്തെ നമ്മൾ കണ്ട ഒരു വെളിപ്പാട് ഒരു ദർശനം പോലെ കണ്ടു. ഞാനിങ്ങനെ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുണ്ടായി. കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നോക്കി ഏറ്റവും കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കേരളത്തിലുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. 6500 കോടി 7500 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഹോസ്പിറ്റൽസ് നമ്മുടെ കേരളത്തിലുണ്ട്. ഹാലലിയ. അപ്പം ആ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ഹാലലിയ ഞാൻ പറയും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അന്ത്യകാല ഉണർവ് നമ്മൾ ഇന്ന് കാണുന്ന ഉണർവല്ല, അന്ത്യകാല ഉണർവിൽ ദൈവത്തിന്റെ ആത്മാവ് ഹാലലിയ ആമേ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കണ്ടതുപോലെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാൽ വീര്യപ്രവൃത്തിയാലെ തന്റെ വചനത്തെ ദൈവം ഉറപ്പിക്കുന്ന ഹാലലിയ കാലഘട്ടമാണ്. അന്ന് സകല ജനത്തിനും ഭയമുണ്ടാകും. സകല ജനവും ദൈവസന്നിധിയിൽ ഹാലലിയ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് പത്രോസിന് മുമ്പിലേക്ക് വന്നതുപോലെ വരും. ഹാലലിയ പത്രോസ് പറഞ്ഞതുപോലെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഹാലലിയ നിങ്ങൾ സ്നാനപ്പെടണം എന്ന് പറയുമ്പോൾ 3000 5000 സ്നാനപ്പെട്ടതുപോലെ 30,000 50,000 ഒക്കെ ഒരുമിച്ച് സ്നാനപ്പെട്ടു. ഹാലലിയ. അതുപോലെ സംഭവിക്കാൻ മറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ കണക്ക് അന്ന് ഞാൻ പറയും, നമ്മൾ ചില മരണ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹാലലിയ ശവപ്പെട്ടിക്കകത്ത് ശവം എഴുന്നേറ്റ് ക്രൈസ്തലോട് പറയും. ഹാലലിയ. ഇതൊക്കെ കാണുമ്പം ജനം എന്ത് ചെയ്ത ഭീതി തോന്നും അവർക്ക്. ഹാലലിയ. ആ ഭീതി തോന്നുമ്പോ ആരും ഫോഴ്സ് ആരും പറയണ്ട, ആരും പുറകെ നടക്കണ്ട, വലയും കൊണ്ടൊന്നും നടക്കണ്ട. ഹാലലിയ. ഇവര് യേശുക്കർത്തന്റെ പിന്നാലെ വന്നതുപോലെ ജനം പിന്നാലെ വരും. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്ന പോലെ പത്രോസ് ഹാലലിയ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഹാലലിയ രോഗികളെ കൊണ്ട് കിടത്തിയതുപോലെ ഹാലലിയ ഹോസ്പിറ്റൽ അന്വേഷിച്ചായിരിക്കത്തില്ല രോഗികൾ പോകുന്നത്. ദൈവത്തിന്റെ അഭിഷിക്തരെ അന്വേഷിച്ച് തേടി വരാൻ തുടങ്ങും. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ കർത്താവ് വരുമോ എന്ന് വെച്ചാൽ ഇപ്പൊ കർത്താവ് വരുത്തില്ല, ഞാൻ അതുകൊണ്ട് ഉറപ്പോടെ പറയും. കാരണം ഇന്ന് ദൈവം അങ്ങനെ ഒരു റിവൈവൽ ദൈവത്തിന്റെ ആത്മാവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം അതിന് ഇന്നുള്ള ശരീരങ്ങളിൽ അത് പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അതുപോലെ ദൈവം ഇരുത്തി അവരെ എക്യുപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ പുറത്തിറക്കുമ്പോൾ നമ്മൾ കാണും. ഞാൻ ഇന്നലെ ഇത് എനിക്ക് ദൈവം തന്ന വിഷൻസ് ഷെയർ ചെയ്തപ്പോൾ അവരിങ്ങോട്ട് ഷെയർ ചെയ്യാനിടെ എനിക്കും ഇത് തന്നിട്ടുണ്ട്, എന്നെ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനും ഇത് കണ്ടിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരേ വിഷൻ തന്നെ ഒന്നിലധികം പേർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതൊരു കൺഫർമേഷനാണ്. ഞാൻ എന്തായാലും ഇവിടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഇതുപോലെ ഈ ഭാഗം ഞാനിങ്ങനെ ടച്ച് ചെയ്ത് പോയ സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ പോയത് ഹല്ലേലൂയ. അപ്പം ഞാൻ അന്നേരം അവിടെ നിൽക്കുന്ന ഒരു കൊച്ചു നേരത്തെ അതിനോട് ഞാൻ ആലോചന പറഞ്ഞിട്ട് അതിനോട് ഞാൻ പറഞ്ഞു, അമ്മനെ നീ ചെല്ലുമ്പോൾ ഇതുപോലെ പ്രൈസിലോട് പറയും ശവം എഴുന്നേറ്റ്. അപ്പൊ അത് കഴിഞ്ഞ് മീറ്റിംഗ് എന്നോട് വന്നിട്ട് ആന്റി എന്നോട് തമാശക്കായിരിക്കും അന്നേരം ഇത് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതേ ആലോചന ഇത് ദൂതായിട്ട് എന്നോട് നേരത്തെ ദൈവദാസൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ തമാശയ്ക്ക് പറഞ്ഞതല്ല, പക്ഷെ പെട്ടെന്ന് നിന്റെ പേര് വിളിക്കാനാ ദൈവം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിന്റെ പേര് വിളിച്ച് ഞാൻ പറഞ്ഞതാ. അപ്പൊ നിന്നോട് ദൈവം നേരത്തെ ഏതോ ഒരു ദൈവദാസനിലെ ഇതേ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിനക്കുള്ള കൺഫർമേഷൻ, നീ ഇത് ചെയ്യുമെന്നുള്ള എന്റെ കൺഫർമേഷൻ ആണെന്ന് പറഞ്ഞു.
ഹാലയിലെ. കാരണം നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും നമ്മൾ ഹാലയിലിയ ആത്മാവിന്റെ ശക്തിയിൽ നിൽക്കുന്ന സമയത്ത് ഹാലയിൽ നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വെറുതെ വരത്തില്ല. ഹാലയിലുയ. കാരണം ദൈവം നമ്മളെ കൊണ്ട് വെറുതെ ഒരു വാക്ക് വെറും വാക്ക് പറയിക്കത്തില്ല. അല്ലെ, നമുക്ക് ബുദ്ധി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഹാലയിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കും ഹാലയിൽ ആരെങ്കിലും കാണുമ്പോൾ നമുക്കൊന്ന് സൂചിപ്പിക്കാൻ തോന്നി പറയും. പക്ഷേ അല്ലെ, ആത്മാവിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് പോലും വെറുതെ വരത്തില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഹാലയിൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി പൗലോസിന്റെ മുമ്പിലേക്കൊക്കെ ഹാലയിൽ പ്രവാസിന്റെ മുമ്പിലേക്കൊക്കെ ജനം ചെന്നത് എങ്ങനെയാ? ഹാലയിൽ ഇത് ദേവന്മാരാ. കാരണം അവര് കണ്ടിട്ടില്ല ഇതുപോലെ അത്ഭുതം ചെയ്യുന്ന, ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർ പറഞ്ഞവർ ദേവന്മാരാണെന്ന് പറഞ്ഞത്. നാളെ നമ്മൾ ഹാലേലുയ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് യേശുക്കർത്താവ് പറഞ്ഞ ഞാൻ ചെയ്തത് അധികം നിങ്ങൾ ചെയ്യുമെന്നാ. അവരിലുള്ള അതേ ആത്മാവല്ലേ നമ്മളിരിക്കുന്നേ? ആണോ? കേൾക്കുന്നില്ല? ആരെങ്കിലും റെസ്പോണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഹാലേലുയ. അവരിലുള്ള അതേ ആത്മാവല്ലേ നമ്മളിരിക്കുന്നേ? അവരിലുള്ള അതേ അവർക്ക് കിട്ടിയ അതേ രക്ഷയില്ലേ നമുക്ക് കിട്ടിയേക്കുന്നേ? അതേ കർത്താവിനെയല്ലേ നമ്മളും കണ്ടേക്കുന്നത്? ഹാലേലുയ. പിന്നെ എന്താ നമ്മൾ അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഹാലേലുയ. നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല? അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ലിമിറ്റ് അല്ല. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ ലിമിറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ സമർപ്പണം, നമ്മുടെ ആഗ്രഹം, ഇതെല്ലാം വേണം ഇതിനകത്ത്. ഞാൻ ഇന്നലെ എന്റെ ടെസ്റ്റ് മണി ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് ഷെയർ ചെയ്യണ്ടേക്കും, അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്ന സമയത്തുള്ള കാര്യം. എനിക്ക് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അറിയാണ്ട് ഇങ്ങനെ ഭയങ്കര ദാഹം വരും. എനിക്കത് വേണം, എനിക്കിതുപോലെ ആകണം, കർത്താവ് എനിക്കും തരണമേ. അപ്പൊ പരിശുദ്ധാത്മാവ് വചനം പഠിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു എന്നോട് ഷെയർ. പിന്നെ അപ്പൊ കർത്താവ് എന്നെയും പഠിപ്പിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധാത്മ എന്നെ വചനം പഠിപ്പിച്ചു തുടങ്ങിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പലപ്പോഴും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ചോദിക്കണം, നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു സമർപ്പണം വേണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നിൽക്കുന്ന ചിലതിനേക്ക് മാറ്റിക്കൊടുത്ത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ തക്കോണം നമ്മളെ യോഗ്യരാക്കി കൊടുക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിന്റെ കാൽക്കലേക്ക് രാജ്യം ഭരിക്കുന്ന രാജാവ് സാഷ്ടാംഗം വീഴാൻ കാരണം ദാനിയേലിന്റെ പൊക്കമോ വണ്ണമോ സൗന്ദര്യമോ കണ്ടിട്ടല്ല. ദാനിയേൽ ഇരുന്ന് ദൈവത്തിന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അവിടെ രാജാവ് തന്നെ പിന്നീട് പറയുന്നുണ്ട്. ഹാലല്യ. ദാനിയേലിന്റെ പുസ്തകമൊക്കെ എന്റെ ഇതിൽ മറിഞ്ഞു പോയി. ഒന്നെടുത്ത സാറാമസ ഒന്നുകൂടെ വായിച്ചേ. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വേണ്ടി ദാനിയേലിനെ നമസ്കരിച്ച് അവനൊരു വഴിപാട് സൗരഭ്യാസം അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട്, നീ ഈ രഹസ്യം വെളിപ്പെടുത്താൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാതി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്താനാകുന്നു സത്യമെന്ന് കൽപ്പിച്ചു. നമ്മുടെ ദൈവത്തെ കുറിച്ച് നമ്മളല്ല പോയി സാക്ഷ്യം പറയേണ്ടുന്നത്. ആര് സാക്ഷ്യം പറയണമെന്ന് അറിയാവോ? നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ജാതികൾ പറയണം. എന്താ? നിനക്കൊരു നിന്റെ ദൈവമാണ് ദൈവം. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. നിന്റെ ദൈവത്തിന്റെ ആത്മാവുള്ള നിന്നെ എന്തെങ്കിലും പറയാൻ വായു തുറക്കുമ്പോൾ ഭയപ്പെടണം. ഇന്ന് ദൈവമക്കളുടെ നേരെ, ദൈവദാസന്മാരുടെ നേരെയൊക്കെ എത്ര അതിക്രമം പ്രവർത്തിക്കാനും ജനത്തെ എന്തൊക്കെ പറയാനും വായി വരുന്ന എല്ലാം വിളിച്ചു പറയാൻ ആർക്കും ഒരു ഭയമില്ല. എന്താ കാര്യം? ഹല്ലേലൂയ. ആലോചിച്ച് നോക്കണം. ഭയമില്ലാത്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ നേരെ നിന്ന് ദൈവത്തിന്റെ അഭിഷിക്തർക്ക് നേരെ നിന്ന് പൗലോസിന്റെ നേരെയൊക്കെ ഒരാളുടെ ദിവസം പൗലോസ് സുവിശേഷം പറയാൻ ചെന്നപ്പോ അതിനെ മാറ്റിവിടാൻ നോക്കിയ പൗലോസ് ഒന്ന് നോക്കി. എന്താ പറയാ, ഒരു സമയത്തേക്ക് നിന്നെ കണ്ണ് കുരുടായി പോട്ടെ എന്ന് പറഞ്ഞപ്പോ ഒരു സമയത്ത് വരെ കുരുടാകിയിരുന്നു. ചില സമയങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കും. വായനക്കെന്ന് അനക്കാതിരിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളിലുള്ള അഭിഷേകത്തിന്റെ പവർ അതാണ്. പിശാചിനെ ശാസിക്കാനും അമർത്താനും അവനെ മാറ്റിക്കളയാനും ഒക്കെ നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് പിശാച് തന്നിട്ട് നമ്മളെ ഇട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് തോന്നുക നമ്മളിങ്ങനെ സൈഡ് ഒഴിഞ്ഞ് അവിടെ നിന്നോട്ടെ, ഞങ്ങൾ ഈ സൈഡിൽ കൂടെ പൊക്കോളാം എന്നാണ് പൊക്കോണ്ടിരിക്കുക. അതല്ല ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ അത് കഴിയുമ്പോൾ ദാനിയേലിനോട് പറയുന്നു, എന്നിട്ട് അവൻ അനേകം വലിയ സമ്മാനങ്ങളും കൊടുക്കുന്നു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകരും ആക്കി വെച്ചു. ഇത്
ദാനിയേലിന്റെ ആരംഭം അവിടെ ചെന്നിട്ട് ദാനിയേൽ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഹാലയിൽ നടക്കുന്നത് ദാനിയേലിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ദാനിയേൽ അങ്ങോട്ട് മുമ്പ് എത്ര രാജാക്കന്മാരുടെ കൂടെ ഹാലയുടെ പ്രവർത്തിച്ചൊന്നും ദാനിയേൽ ആ ഒരു ഇതെല്ലാം സംഭവിക്കാൻ കാരണം എന്ന് വെച്ചാൽ ദാനിയേലിന്റെ ഒരു സമർപ്പണം. ദാനിയേലിന്റെ മേലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു വെളിപ്പെടുത്തൽ. ദൈവത്തിന് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന് വേണ്ടി ഒരുവൻ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ച് അതിനെക്കാട്ടി ഉപരിയായി ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു നിൽക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ദൈവം അവരുടെ കൂടെ നിൽക്കും. ഇത് നമ്മള് രണ്ട് വള്ളത്തില് ഇങ്ങനെ കാല് വെച്ച് നിൽക്കുന്നോണ്ടാണ് ദൈവം നമ്മുടെ കൂടെ നിൽക്കാത്തതിന്റെ കാര്യം. ദൈവത്തിന്റെ കൂടെ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തീരുമാനം എടുക്കും. ഞാൻ എന്ത് വന്നാലും ഏത് സാഹചര്യത്തിൽ പോലെ എന്റെ കർത്താവിന് വിട്ട് ഞാൻ മറ്റൊന്നിലേക്ക് മാറത്തില്ല എന്ന് ഞാൻ തീരുമാനം എടുത്ത് നിൽക്കണേ. ഇവരെ നീ ഏത് സാഹചര്യത്തിൽ പോയി നിന്നാലും എവിടെ നീ വീണാലും അവിടെ ദൈവം നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും. ദാനിയേലിന്റെ പുസ്തകം നമ്മൾ അത് തന്നെ കാണും. ദാനിയേലിലൂടെ സിംഹക്കുഴി കൊണ്ടിട്ട് സിംഹക്കുഴിയിലേക്ക് ഞാൻ പറയും ദാനിയേൽ അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് അവിടെ ദൈവം ഒന്നേ സിംഹത്തിന്റെ വായ അടച്ച് ദൈവം വേണ്ടത് ചെയ്ത് അവിടെ ചെന്നിട്ടല്ല ചെയ്തേക്കുന്നത്. ശത്രുഘ്നെയും മേശക്കിനെയും അവൻ തീച്ചുള്ളയിലേക്ക് ഇട്ട പലരും നാലാമനായ ദൈവം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നാലാമനായ ദൈവം ഇറങ്ങി അവരുടെ ദൈവത്തെ കപ്പൊള്ളൽ പറ്റിയാണ്. പക്ഷെ ദൈവം ഒന്നാമനായ അവിടെ ഇറങ്ങി നിന്നു. ദൈവം ഇറങ്ങി നിന്നിട്ടായിരിക്കും ഇവർ ചെന്നപ്പോ അവരെ സ്വീകരിച്ചത്. കാരണം വെച്ചിട്ട് അതാണ് ദൈവത്തിന് വേണ്ടി ഓരോ നിൽക്കുമ്പോൾ നമ്മള് അവിടെ ചെന്ന് പെട്ട് ആ സാഹചര്യത്തിൽ കിടക്കുമ്പോൾ ദൈവം ഒന്ന് സഹായിക്കുന്നല്ല, നമ്മൾ ആ സാഹചര്യത്തിൽ ചെല്ലുന്നതിന് മുമ്പ് ദൈവം നമ്മളെ അവിടെ താങ്ങിയിരിക്കും. വെള്ളത്തിൽ കൂടെ നീ പോകും, പക്ഷേ വെള്ളം നിന്നെ മുക്കിക്കളയാതിരിക്കണമെങ്കിൽ ദൈവം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴേ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. കരങ്ങളിൽ വഹിക്കും. തീയിലേക്ക് നീ എറിയപ്പെടും, പക്ഷേ തീ കൂടെ പോകുമ്പോൾ തീ നിന്നെ ദഹിപ്പിക്കാതിരിക്കണമെങ്കിൽ നീ തീയിൽ വീഴുന്നതിന് മുമ്പ് ദൈവം അവിടെ കൂട്ടത്തിൽ ഉണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ ദൈവം നമ്മളെ കരുതുന്നത്. അപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുമ്പോഴും ഏതൊക്കെ അവസ്ഥയിൽ കൂടെ പോകുമ്പോഴും ഒറ്റ കാര്യം മതി, നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തിന് നിന്നാ മതി. ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറി മറിയരുത്. നമ്മൾ പലരും പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ നുണയൊക്കെ പറയണ്ടേ, അല്ലെങ്കിൽ എങ്ങനെ ബിസിനസ് കുറച്ച് കള്ളത്തരമൊക്കെ അല്ലെ ബിസിനസ് ഒക്കെ നന്നായി കൊണ്ടുപോകുന്നത്. അത് ലോകത്തിന്റെ ഒരു സിസ്റ്റമാണ്. ഈ ലോകത്തിന്റെ സിസ്റ്റത്തിലൂടെ ദൈവമക്കൾ പോകരുത്. ലോകത്തിന്റെ സിസ്റ്റത്തിൽ പലതും നമുക്ക് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പലരും പറയുമ്പോൾ ഇവിടെ ദാനിയേൽ പറഞ്ഞതുപോലെ ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഞാൻ ഇത് ചെയ്യത്തില്ല. എനിക്കിത് വേണ്ട എന്നൊരു തീരുമാനം നിന്റെ ഹൃദയത്തിൽ മാത്രമല്ല, ഇത് ആരോടും പറയണ്ട നീ. ഞാൻ എൻ്റെ കൂട്ടുകാർ അങ്ങനെയാണ്. മേ ബി അവർ വൈകുന്നേരം ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്. അവർ വൈകുന്നേരം അവിടെ ഫംഗ്ഷന് പോകുന്നുണ്ട്. അവിടേക്ക് ഞാൻ പോകത്തില്ല. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ആൻമോളോട് പറഞ്ഞു, ഈ ക്രിസ്മസ് വന്നപ്പോൾ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വേണേ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച റൂമിൽ തന്നെ ഇരിക്കല്ലേ, കോളേജ് വീട് ഫ്ലാറ്റും അത് മാത്രമേ ഉള്ളൂ. അപ്പം അവള് അവിടെ ചെന്നാലും കൊണ്ടുപോകാനില്ലല്ലോ, എന്നെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പോയി വന്നിട്ട് ചേഞ്ച് ആകട്ടെ. അപ്പൊ അവള് പെട്ടെന്ന് എന്നോട് പറഞ്ഞത്, ഞാൻ പോലും അത്ര ചിന്തിച്ചില്ല. അവൾ എന്നോട് പറഞ്ഞു, അമ്മ അവര് കാത്തലിക്സ് ആണ്, അവരുടെ വീട്ടില് ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ മദ്യമൊക്കെ എടുക്കുക, ഒരു കുടുക്കി എടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ അതിനകത്ത് പോയി ഇരിക്കേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഈ ചിന്ത ദൈവം അവളുടെ ഉള്ളിൽ കൊടുത്തതായിരിക്കും. കാരണം എന്നെ തലയിൽ പോലും അത്രയ്ക്കുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ അത്രത്തോളം ചിന്തിച്ചില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിടത്ത് ആയിരിക്കുമ്പം ഇതുപോലുള്ള സാഹചര്യങ്ങൾ അതൊരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, ബാക്കി എവിടെ പോകുമ്പോഴും ഈ ചിന്ത ഉള്ളിൽ വേണം. ഞാൻ അവിടെ ഇന്നതൊക്കെ എടുക്കുന്ന അപ്പം നമ്മൾ അതൊക്കെ എടുക്കുന്നിടത്ത് നിൽക്കുന്നിടത്ത് നമ്മൾ പോകാൻ പാടില്ല എന്നൊരു ചിന്ത നമുക്ക് വേണം. അതുപോലെ നമ്മൾ എവിടെ ആയിരിക്കുമ്പോഴും ഞാൻ പറയാം, ഒരു ഓഫീസിൽ പോയാലും നമ്മളൊരു ഒരു സ്ഥലത്ത് ചെന്നപ്പെട്ടാലും അവിടെയൊക്കെ അവരിൽ ഒരാളായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അവരിൽ നിന്ന് വ്യത്യസ്തരായ നിൽക്കുക. നമ്മൾ നമ്മൾ വേർപെട്ടതാണെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ ആരാണ് നമ്മളെന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ അത് കീപ്പ് ചെയ്ത് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും അവിടെ വ്യത്യസ്തരായ നിർത്താനായിട്ട് നമ്മളെ മാനിച്ച് നിർത്താനായിട്ട് നമുക്ക് ദൈവത്തിന് പറ്റും. നമ്മൾ എവിടെ പോയിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ച് ചില വെളിപ്പാടുകളാണെങ്കിലും നമ്മൾ ഒരു പ്രവചനമാണെങ്കിലും ഒരു പ്രാർത്ഥനയാണെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മൾ എവിടെ ചെന്ന് നിന്നാലും എത്ര വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് അവരെ ഇടയിൽ ചെന്ന് നിന്നാലും ദൈവത്തിന് വേണ്ടി നമ്മൾ വിശ്വസ്തത നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ദൈവം അവിടെ എല്ലാം മാനിച്ച് നിർത്തി നമുക്ക് കാണാൻ പറ്റും.
കാരണം അവിടെയൊക്കെ ദൈവം നമ്മളെ ഉപയോഗിക്കും. ദൈവത്തിന്റെ ഹാലേലിയ വളരെ പലരും പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത വിഷയങ്ങൾക്ക് പോലും ഹാലേലിയ നമ്മളെ ദൈവം ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളാണെങ്കിൽ അത് അവരുടെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയവൻ ഹാലേലിയ ഏറ്റവും ഒരു യോഗ്യതയും പറയാനില്ലാത്ത നമ്മളെ കൂടി ദൈവം അവിടെയൊക്കെ ദൈവം അത് ശക്തമായിട്ട് നമ്മളെ അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കുന്നത് കാണാം. കാരണം ഒരൊറ്റ കാര്യം മാത്രം ദൈവത്തിന് മതി ഹാലേലിയ, ദൈവത്തിന് വേണ്ടി നിൽക്കാനൊരു മനസ്സ് ഹാലേലിയ, അവിടെ വിശ്വസ്തയോടെ നിൽക്കാനൊരു മനസ്സ്, ദൈവത്തെ കച്ചവടമാക്കാൻ നിൽക്കാൻ ഒരു മനസ്സ് മതി ഹാലേലിയ. ദിവസങ്ങളിൽ ദാനിയേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുന്നത് എല്ലാം നമ്മളിലുള്ള ഓരോരുത്തർക്കും അതൊരു പാഠമാണ്. ഒരു പാഠം നല്ല പറയണ്ടേ, ഞാൻ പറയാം, ഡെയിലി നമുക്ക് അവിടുന്ന് ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടക്കുമെങ്കിൽ നമ്മൾ ഏത് സാഹചര്യം ചെന്നപ്പെടുമ്പോഴും ദാനിയേലിന്റെ ആ ഒരു സ്വഭാവത്തെ നമ്മൾ ഓർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ നമുക്കും നമ്മുടെ ജീവിതത്തെ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് നെറ്റിന്റെ പ്രശ്നമാണ്, ഇവിടെ ആകെ മൊത്തം പ്രശ്നമായതുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉള്ളത്തിലും ദൈവത്തിന്റെ ആത്മാവുള്ളവരാ നമ്മൾ. ദൈവത്തിന്റെ ആത്മാവുള്ളവർ ലോകക്കാരുടെ ദൃഷ്ടിയിൽ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ അറിഞ്ഞു. അവർക്കൊരു ഭയം വേണം. അവർ നമ്മുടെ മുമ്പിൽ ജാതികൾ നമ്മുടെ മുമ്പിൽ സാഷ്ടാംഗം വിനച്ച് നമ്മളെ ആരും നമസ്കരിക്കണമെന്നോ വണങ്ങണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ നമ്മൾ ഇരിക്കുന്ന ആത്മാവിനെ അവർ തിരിച്ചറിയണം. അവർ ഭയപ്പെടണം. അവർ സാഹചര്യത്തിലേക്ക് മാറണമെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടണം. മഹത്വത്തെ പ്രത്യാശ ക്രിസ്തു നമ്മളിലിരിക്കുന്നു. ഈ ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് വെളിച്ചമാകുന്നത്, മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിയുന്നു. ആ രീതിയിലേക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അകത്തമൻ ശക്തിയോടെ ബലപ്പെടണം. പുറമേയുള്ള മനുഷ്യന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല ആൾക്കാർ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യേണ്ടത്. യേശുക്കർത്താന്റെ പിന്നാലെ ആൾക്കാർ വന്നത് യേശുക്കർത്താന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല, യേശുക്കർത്താന്റെ ആത്മാവിന്റെ ശക്തിയിലാണ്. ആത്മാവ് ആ ശക്തി വെളിപ്പെട്ടപ്പെടണം. അതുപോലെ നമ്മുടെ മേലുള്ള ആത്മാവ് വെളിപ്പെടുമ്പോൾ മറ്റുള്ള അനേകർ വെളിച്ചം തേടി ഇരുട്ടത്തായിരിക്കുന്ന ആൾക്കാർ വെളിച്ചം തേടി നമ്മുടെ അടുക്കിലേക്ക് വരും. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നവരല്ല, നമ്മൾ സാക്ഷാൽ വെളിച്ചമാണ്. കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പ്രകാശിക്കുമ്പോൾ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓരോരുത്തരുടെ ഹൃദയത്തെ ആഗ്രഹം വേണം, എനിക്ക് എന്നിലുള്ള ദൈവത്തെ വെളിപ്പെടുത്തണം, മറ്റുള്ളവർക്ക് അത് വെളിപ്പെട്ട് കിട്ടണമെന്ന ആഗ്രഹത്തോടെ നമുക്ക് ജീവിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.